Good morning. Today we are going to discuss about the important participants in financial markets. Important participants in financial markets. പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ 8 പാർട്ടിസിപ്പൻസ് ആണ് വരുന്നത്. 8 പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നത് ബാങ്ക്സ്, പ്രൈമറി ഡീലേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ബ്രോക്കേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഓർ മർച്ചന്റ് ബാങ്കേഴ്സ്, കസ്റ്റോഡിയൻസ്. 8 പാർട്ടിസിപ്പൻസ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്നത്. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടിസിപ്പന്റ് ആണ് ബാങ്ക്സ്. ബാങ്ക്സ് ക്യാപിറ്റൽ മാർക്കറ്റിലും മണി മാർക്കറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക്സ് അവരുടെ ഫണ്ട് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഇക്വിറ്റിയിലും മ്യൂച്വൽ ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ബാങ്ക്സ് ഒരു ക്ലിയറിംഗ് ഹൗസ് പോലെയും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ബാങ്ക്സിന്റെ പാർട്ടിസിപ്പേഷനെ കുറിച്ച് പറയാനുള്ളത്. ക്യാപിറ്റൽ മാർക്കറ്റിലും മണി മാർക്കറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ മാർക്കറ്റിൽ അവരുടെ ഫണ്ട് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഇക്വിറ്റിയിലും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിലും ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാങ്ക്സ് ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് പാർട്ടിസിപ്പന്റ് ആണ് പ്രൈമറി ഡീലേഴ്സ്, PDs എന്നറിയപ്പെടും. ഈ PDs ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് ഡീൽ ചെയ്യുന്നത്. പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ഒരു മാർക്കറ്റ് മേക്കേഴ്സ് ആയിട്ടും ഈ പ്രൈമറി ഡീലേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് പ്രൈമറി ഡീലേഴ്സ് വഹിക്കുന്നുണ്ട്. പ്രൈമറി ഡീലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നു. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ മാർക്കറ്റ് ഡീലേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിലെ തേർഡ് പാർട്ടിസിപ്പന്റ് ആയിട്ട് വരുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡസ്ട്രീസിനും അഗ്രികൾച്ചറിനും ഒക്കെ ലോങ് ടേം ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലോങ് ടേം ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള റിസോഴ്സസ് റേസ് ചെയ്യുന്നത് ലോങ് ടേം ബോൺസിലൂടെയും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ബോറോ ചെയ്തിട്ടാണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ IFC വരുന്നുണ്ട്, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ IDA, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് IBRD. അത്തരത്തിലുള്ള ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ബോറോ ചെയ്തിട്ടും പിന്നെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള ലോങ് ടേം ബോൺസിലൂടെയൊക്കെയാണ് ഈ ലോങ് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ഇൻഡസ്ട്രീസിനും അഗ്രികൾച്ചറിനൊക്കെ ലോങ് ടേം ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള റിസോഴ്സസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റേസ് ചെയ്യുന്നത്. പാർട്ടിസിപ്പന്റ് ആയിട്ട് വരുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ബ്രോക്കേഴ്സിലൂടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവയാണ്. അതിന് റെഗുലേറ്റേഴ്സിന്റെ അപ്രൂവല് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഒരു ക്ലിയറിംഗ് ഹൗസസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലിയറിംഗ് ഹൗസസ് പേയ്മെന്റ്സും ഡെലിവറീസും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. പിന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ വരുന്ന പ്രധാന സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റീസ്, ഡെപ്റ്റ്, അതേപോലെ തന്നെ ഡെറിവേറ്റീവ്സ്, ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഒക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടന്റ് പാർട്ടിസിപ്പന്റ് ആണ് ബ്രോക്കേഴ്സ്. ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെ ഇടയിൽ ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ബ്രോക്കർ. സെക്യൂരിറ്റീസ് വാങ്ങുന്ന ആളുകളുടെയും വിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ആളുകളുടെ ഇടയിൽ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതാക്കാനായിട്ട് ബ്രോക്കേഴ്സിന് സാധിക്കുന്നുണ്ട്. ഏത് വിലയ്ക്ക് വാങ്ങാം, ഏത് വിലയ്ക്ക് ഇവർക്ക് വിൽക്കാം എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ബ്രോക്കേഴ്സിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്ററുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അത്തരത്തിൽ അപ്രൂവൽ ലഭിച്ച ബ്രോക്കേഴ്സിന് മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ഓപ്പറേറ്റ് ചെയ്യാനായി സാധിക്കുന്നുള്ളൂ. പിന്നെ ഏതൊരു കോൺട്രാക്ട് ആണെങ്കിലും അത് ഹോണറബിൾ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ബ്രോക്കേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുകൂടി ഇവര് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഈ ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് അവര് തിരിച്ചു വാങ്ങിക്കുന്ന ഫീ ആണ് ബ്രോക്കറേജ്. ഇവരുടെ ഇടയിൽ ബയേഴ്സിന്റെ സെല്ലേഴ്സിന്റെ ഇടയിൽ ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഫീ ആയിട്ട് വാങ്ങിക്കുന്നതിനെ ബ്രോക്കറേജ് എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു
പാർട്ടിസിപ്പന്റ് ആണ് ബ്രോക്കർ. അടുത്ത ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് അഥവാ മെർച്ചന്റ് ബാങ്കേഴ്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ ആയിട്ടുള്ള സെബി റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ മെർച്ചന്റ് ബാങ്കേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവര് ഇക്വിറ്റിയിലൂടെയും ഡെപ്റ്റിലൂടെ ഒക്കെ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പനീസിന് അവരുടെ ഫോർമാലിറ്റീസ് ഒക്കെ ഇപ്പോൾ എന്തെങ്കിലും ഡോക്യുമെന്റിന്റെ ഫയലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കമ്പനീസിന് ഇത്തരം ഏജൻസീസ് ഓർഗനൈസേഷൻസ് ഒക്കെ സഹായിക്കുന്നുണ്ട്. അതാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ മെർച്ചന്റ് ബാങ്കേഴ്സ്. സെബി റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, അതാണ് മെർച്ചന്റ് ബാങ്കേഴ്സ്. അടുത്തതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ ഓതറൈസ് ചെയ്യുന്ന ഫോറിൻ ബേസ്ഡ് ഫണ്ട്സ് ആണ്. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലൂടെ രാജ്യത്തിലെ ഇക്വിറ്റി മാർക്കറ്റിലും ഡെപ്റ്റ് മാർക്കറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് പാർട്ടിസിപ്പന്റ് ആയിട്ട് വരുന്നത് കസ്റ്റോഡിയൻ. കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യും ആ സെക്യൂരിറ്റിയുടെ എല്ലാ ഓപ്പറേഷൻസും ചെയ്യുകയും ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ് കസ്റ്റോഡിയൻസ് ആയിട്ട് വരുന്നത്. ഈ കസ്റ്റോഡിയൻസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പോലുള്ള ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോറോവേഴ്സിന്റെ ഫണ്ടും സെക്യൂരിറ്റീസും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ രണ്ടും ഫണ്ട്സും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റീസും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആരുടെ? ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോറോവേഴ്സിന്റെ. അതാണ് കസ്റ്റോഡിയൻസ്. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇമ്പോർട്ടന്റ് പാർട്ടിസിപ്പൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും 8 പാർട്ടിസിപ്പൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ബാങ്ക്സ്, പ്രൈമറി ഡീലേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ബ്രോക്കേഴ്സ്, മെർച്ചന്റ് ബാങ്കേഴ്സ്, കസ്റ്റോഡിയൻസ്. അങ്ങനെ 8 ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താങ്ക് യു.